ഇതൊക്കെ നാംഡോക്മൈ ഗ്രീനിന്റെ ഒക്കെ ജംബോ പറഞ്ഞ ജംബോ തന്നെയാണ് കേട്ടോ. ശരിക്കും ജംബോ തന്നെയാണ് കണ്ടില്ലേ? അമ്പോ വേണ്ടാത്ത ഹൈറ്റ് ഇത്ര വേണ്ടാത്ത ആൾക്കാർക്ക് തല കട്ട് ചെയ്താൽ മതി. ഇതുണ്ടോ നല്ല ഹൈറ്റുള്ള നല്ല അടിപൊളി ഹൈറ്റും ബുഷും ഉണ്ട് കേട്ടോ. ഹൈറ്റ് തന്നെ നീണ്ടു പോയതുണ്ടോ. ഗംഗാബോണ്ടം നമ്മളിവിടെ പാകുകയാണ്. ഇപ്പോൾ നമ്മൾ ആ വലിയതൊക്കെ പറഞ്ഞു അതിൻ്റെയൊക്കെ പാകിയതിൻ്റെ മുളക്കാതെ വന്നതിൻ്റെ ഇതാണ് വരുന്നത്. അതിൻ്റെ സൈസും ഒക്കെ തേങ്ങ. ഇനിയിപ്പോൾ ഞാനിത് ഒറിജിനൽ പപ്പായ പറഞ്ഞാൽ പപ്പായ തന്നെയാണ്. ഇതൊക്കെ പപ്പായൻ്റെ ഷേപ്പിനെല്ലാം നോക്കുക. ഒന്ന് അടുത്ത് സൂം ചെയ്ത് കാണിച്ചു നോക്കുക. ഇതൊക്കെ ഉള്ള തേങ്ങ ഉണ്ടോ ചകിരീൻ്റെ കനം കാണണമെങ്കിൽ അല്ല എത്ര പറ്റുന്ന ചകിരിയുള്ളത് ഇത്രയും തേങ്ങയാണ്. ബൾബ് പോലെയാണ്. ഇവിടെ അടിയിൽ തണ്ട അടിയിലാകുമ്പോൾ തീരെ ഉണ്ടാവില്ല. ഇവിടെ ചകിരി തേങ്ങ നിലത്ത് വീണാൽ പൊട്ടും. കണ്ടില്ലേ? ഇതാണ് ഗംഗാബോണ്ടം. ഇതാണ് നമ്മളിവിടെ ഇതാണ് ഒറിജിനൽ ഗംഗാബോണ്ടം. പല നഴ്സറിക്കാരും ചെയ്യലുണ്ട്, ഞാൻ കാണലുണ്ട് വീഡിയോ. വലിയ തേങ്ങയാണ്, ഇതാണ് നമ്മളെ ഗംഗാബോണ്ടം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇപ്പം അതല്ല ഇത്. ഇതാണ് ശരിയായ ഗംഗാബോണ്ടം. പപ്പായ ഷേപ്പിലുള്ള ഇതുണ്ട്. ഈ തൊലിക്കാൻ എത്രയേ ഉണ്ടാവുള്ളൂ. 2.5 കൊല്ലം കൊണ്ട് പുതിയ തേയ്ത്ത് വെച്ചാൽ കായ്ക്കും. ഇപ്പം ഞങ്ങൾ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്നത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒന്നും കൂടെ വേണമെങ്കിൽ വിളിച്ചു. അതാണ് കറക്റ്റ് പപ്പായ പറഞ്ഞാൽ കറക്റ്റ് പപ്പായ. അതാണ് ചെതൽ പിടിച്ച് എത്രയും 10. ഈ തേങ്ങ നമ്മൾ ഇങ്ങനെ കാണുന്ന അത്ര തന്നെ പൊളിച്ചാലും ഉണ്ടാവും. ഇതെല്ലാം കാലാപ്പാടിയാണ് കേട്ടോ. കാലാപ്പാടി കാഴ്ച നിൽക്കുന്ന പ്ലാന്റുകളാണ്. അത് 1, 2 അല്ല. നീ നോക്കൂ, അങ്ങനെ വീഡിയോ പിടിച്ച് പോയിക്കോതാ. അത് ഇതാ മാങ്ങ. ഇനി ഇതിൽ 2 മാങ്ങ ഉണ്ട്. ഇതിനകത്ത് മാങ്ങ ഉണ്ട്. അതൊക്കെ കണ്ടോ കണ്ടോ. ഇനി പിന്നെ ഇതിനകത്ത് അടുത്തത് മാങ്ങ. ഇനി വാ അടുത്തത് ഇതാ മാങ്ങ കണ്ടോ. ഇതൊന്ന് പോയതാണ്. പിന്നെ അവിടെ നിൽക്കുന്നു. അപ്പൊ ഈ തൈകളൊക്കെ നമുക്ക് ഇപ്പൊ എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുക? ഇതിൽ പിന്നെ ഫ്ലവർ ചെയ്തതും മാങ്ങ ഉള്ളതൊക്കെ. അതേപോലെ മാങ്ങ ഉള്ളതൊക്കെ നമുക്കൊരു 750 രൂപക്കും, മാങ്ങ ഇല്ലാത്ത പ്ലാന്റുകളൊക്കെ നമുക്ക് 500 രൂപക്കും കൊടുക്കാം. ഇനി ഇവിടെ ഇതൊക്കെ പ്ലാന്റ് അത് കഴിഞ്ഞിട്ടില്ല. നമ്മൾ അവിടെ നേരത്തെ ഷൂട്ട് ചെയ്തത് നമ്മൾ റോട്ടിൽ നിന്നാണ് മാങ്ങക്ക്. അതുപോലെ തന്നെ മാങ്ങയുള്ള പ്ലാന്റൊക്കെ നമുക്കൊരു 750 രൂപക്ക് കൊടുക്കാൻ പറ്റും. ഇഷ്ടം പോലെ ഉണ്ട്. മാങ്ങുള്ളതായാലും 1, 2 ഒരാൾക്ക് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ ഇല്ലയെന്ന് പറയേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ ഇപ്പോൾ നീ കണ്ടില്ലേ. ഇനിയും മുകളിലും അവിടെ ഇവിടെയൊക്കെ ഒറ്റയും തെറ്റായിട്ടിരിക്കുന്നത് വേറെ ഉണ്ട്. എല്ലാത്തിനും ഉണ്ടോ? ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ നമുക്ക് മാങ്ങയോട് കൂടെ തന്നെ നിൽക്കുന്ന പ്ലാന്റുകൾ കിട്ടുന്നുണ്ട്. ഇത് 10ാം മുട്ടം നല്ലൊരു വരിക്ക വെറൈറ്റിയാണ്. ഹോം ഗ്രൗണ്ടൊക്കെ കാര്യമായിട്ട് കൊടുക്കുന്ന വെറൈറ്റിയാണിത്. അപ്പോൾ നമ്മൾ ഹോം ഗ്രൗണ്ട് തന്നെയാണ് നമ്മളെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് ചെയ്തിട്ടുള്ളത്. ഇത് വിയറ്റ്നാമാണ് കേട്ടോ. ഇതൊന്ന് വര വെച്ചത് മാറിപ്പോയതാണ്. ഇതാണ് 10ാം മുട്ട. അതിൻ്റെ ലീഫൊക്കെ കാണാൻ തന്നെ പ്രത്യേകത അറിയാം. നല്ലൊരു നാമ്പൂതൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. ഇതെല്ലാം ഇതിലേറെ ഫുള്ള് അങ്ങനെ തന്നെ. ഇതിൻ്റെ തൈകൾക്കൊക്കെ എങ്ങനെ റേറ്റ്? ഇതൊക്കെ നമുക്കൊരു ഈ തൈകളൊക്കെ നമുക്കൊരു 400 രൂപക്ക് കൊടുക്കാം. ഈ 16-18 കവർ. ഒരു 2 വർഷം കൊണ്ട് റിസൾട്ട് ഉറപ്പല്ലേ? 2 വർഷം കൊണ്ട് ഷുവറായിട്ട് കായ്ക്കും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതായത് നല്ല മുഴുപ്പുള്ളതാണ്. മരത്തിന്റെ ചോടൊന്ന് കാണിച്ചു നോക്ക്. മരം മുഴുപ്പുണ്ടെങ്കിലാണല്ലോ നമ്മൾ ഒരു 3 വർഷം കൊണ്ടാണ് ഇതിന്റെ പീരീഡ് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു ഏതാണ്ട് 2 വർഷത്തോളം ആയി. അത് കണക്കൂട്ടിയിട്ടാണ് ഞാൻ ഇതിന്റെ 2 വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കും എന്ന് പറയാം. നമ്മുടെ തങ്കയത്ത് നഴ്സറിയിലെ ബഡ് ചെയ്തിട്ട് ഒരാഴ്ചയായിട്ടുള്ള റംബുട്ടാൻ തൈകളാണ് കേട്ടോ ഈ കാണുന്നത്. മുകുളങ്ങളൊക്കെ വരുന്ന കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മളിങ്ങനെ വണ്ണുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഒരാഴ്ചയായിട്ടുള്ള പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ പച്ച കളർ കണ്ടോ. ഇതിൻ്റെ തൊലി എടുത്ത കളറ് ഇപ്പോൾ അടുത്ത ദിവസം എടുത്തു വെച്ചിട്ടുള്ളൂ. നല്ല ഹെൽത്തി പ്ലാന്റിലാണ് നമ്മൾ ബെഡ് ചെയ്യുന്നത്. അത് ഒരു വളരെ ചെറിയതിലല്ല നടത്തുന്നത്. നല്ല വലിയ പിന്നെ റൂട്ട് സ്റ്റോക്കാണ്. അതിനകത്താണ് ബെഡ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ റൂട്ട് സ്റ്റോക്ക് നല്ലതാകുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 15 ദിവസമായിട്ടുള്ള കട്ട് ചെയ്ത് ഇട്ടിട്ടോ. അതേ തൈ ബെഡ് പിടിച്ചിട്ട് കട്ട് ചെയ്താണിത്. അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കരുത്ത് കണ്ടോ വരുന്നത്. ഞാൻ നേരത്തെ എനിക്ക് നല്ല മരം പോലുള്ളതാണ് എടുത്ത് കാണിച്ചു തന്നില്ല. അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ മറ്റേത് ആടികൊണ്ടുണ്ടാവുക. നല്ല പഴയ റൂട്ട് സ്റ്റോക്കിൽ ചെയ്തതാണിത്. നല്ല കരുത്തിലാണ് ഇത് വരിക. നമ്മുടെ ചെറുനാരങ്ങയാണല്ലേ? ആ ചെറുനാരങ്ങന്റെ നമുക്ക് തോട്ടം സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി വെറൈറ്റി. നല്ല ഇതൊക്കെ നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന സെയിം നാരങ്ങല്ലേ? സാധാ മാർക്കറ്റിലെയും ഇതാ കാഴ്ച ഫ്ലവർ ഉള്ളതും കായുള്ളതും. പിന്നെ ഇതിന് കായുള്ളതും ഫ്ലവർ ഉള്ളതുള്ള ആളുകൾ ഇങ്ങനെ എടുത്ത് പോതാ. ഇവിടെ നോക്കൂ, ഇതൊക്കെ ഒന്നായിട്ട് ഇത് കൊലയായിട്ട് തന്നെ കാഴ്ച കിട്ടും. ഇതിൽ 4-5 അതുപോലെ ഉണ്ടാവും. അത് ആളുകൾ എന്താ ചോദിച്ചപ്പോൾ നമ്മൾ നിങ്ങളാണെങ്കിലും വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ളതെല്ലാം എടുത്തിട്ട് പോവാം. അപ്പോൾ പിന്നെ നമ്മളിത് ഈ പച്ചയിലയും പച്ചക്കായും പെട്ടെന്ന് തിരിച്ചറിയില്ല. നമ്മൾ ഡീപ്പായിട്ട് നോക്കില്ല. ഇതൊക്കെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ എങ്ങനെ തൈകൾക്ക് റേറ്റ്? ഇതൊക്കെ നമുക്കൊരു 200 ഉള്ളൂ. 200 രൂപ. നല്ല പ്ലാന്റുകൾ ഫ്ലവർ ഒന്നതും കായ് ഒന്നതും ഒക്കെ റേറ്റ് ആണ്. 49 ആണ്. അതാ നല്ല അതാണ്ടോ 4 അടി എല്ലാത്തിലും ഏറെക്കുറെ എല്ലാം ഫ്ലവറും കായ് ആയതാണ്. വെറും 100 രൂപ. ഈ തൈകൾക്കൊക്കെ ഈ എത്ര കൊല കായ് എന്ന് പറയും.
ഇക്കത് നമ്മുടെ കെപ്പൽ ഫ്രൂട്ട് അല്ലേ? അതെ കെപ്പലാണല്ലോ. അത്യാവശ്യം നല്ല വലിയൊരു വലിയ പ്ലാന്റുകൾ ഹോം ഗ്രോണിന്റെ ആണ് കേട്ടോ. ഓ, അത് നമ്മള് ഇതൊന്നുമല്ല, നമ്മള് ചെയ്തതൊന്നുമല്ല, ഹോം ഗ്രോൺ. റംബൂട്ടാന്റെ N80 അല്ലേക്കാ? N80 വെറൈറ്റി നമ്മളിപ്പോൾ ബെഡ് ചെയ്ത് കട്ട് ചെയ്ത് ഇതാ മുള വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ടിങ്ങിൽ നിന്ന് മുള വന്നുകൊണ്ടിരിക്കുന്ന ഇതാണ് ഇപ്പോൾ ബെഡ്. അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ മുകളിൽ കാണിച്ചത് വേറെ ലെയറിലാണ് നേരത്തെ നമ്മൾ കാണിച്ചത്. അതേപോലെ തന്നെ ഇതാ നല്ല ഇങ്ങനെ ഹെൽത്തി പ്ലാന്റിലാണ് നമ്മളിതൊക്കെ ചെയ്ത് വിട്ടത്. അപ്പോൾ ഒരാഴ്ചയായിട്ടുള്ളൂ ചെയ്ത് വിട്ടത്. ഓക്കെ, ഇതൊക്കെ അധികം നമ്മളെ പ്ലാന്റുകൾ ഇവിടെ തന്നെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു 100% നമുക്ക് വിശ്വസിക്കാം റിസൾട്ടാണ്. കാരണം നമ്മളതിനെ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇവിടെ വേറെ ഐറ്റംസ് ഇല്ല, N80 മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. നമ്മുടെ സിന്ദൂര മാവിന്റെ തൈകളുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇതൊക്കെ എങ്ങനെയാ നമുക്ക് റേറ്റ് വരുന്നത്? അതൊക്കെ നമുക്ക് ആ വലിയ തൈകളൊക്കെ നമുക്കൊരു 750 രൂപയും, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമുക്ക് 500 രൂപക്കും കൊടുക്കാം. ഇതൊക്കെ വലിയ തൈ പറഞ്ഞാൽ ഇതൊക്കെ നല്ല ബുഷായ നല്ല അടിപൊളി തൈകളാട്ടോ. ഒരു 500 രൂപ ഈ പ്ലാന്റ് ഒക്കെ കൊടുക്കും. വിയറ്റ്നാം സൂപ്പർ എയർലി അല്ലേ? വിയറ്റ്നാം അടുത്ത ബാച്ച് 500 രൂപക്ക് കൊടുക്കാൻ പറ്റിയ പ്ലാന്റുകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് ചക്ക വന്നതൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. ആളുകളുടെ അടുത്ത് പോയിട്ടുണ്ടാവാം. ഇനി ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം. നിലവിൽ ചക്ക വന്നാൽ ഞെട്ടിയൊക്കെ അത് കണ്ടോ, ഇതൊക്കെ ചക്ക വന്ന് പോയതാണ്. അതുപോലെ തന്നെ ഇനി ഉണ്ടാവും. ഇനി അതായത് അതിനുള്ള പ്രായമായി എന്നുള്ളതാണ് നമുക്ക് നമ്മൾ പരിചയപ്പെടുത്താൻ കാരണം. ആ ചക്ക ഉണ്ടായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ചക്ക വരാനുള്ള പ്രായമായി നമ്മൾ മണ്ണിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 രൂപ മുതൽ കൊടുക്കല്ലേ? അതെ, 500 രൂപ. പിന്നെ അതിന് താഴെ നമുക്ക് 200 രൂപേൻ്റെ 150 രൂപേൻ്റെ ഒക്കെ ഉണ്ട് പ്ലാന്റുകൾ. ഇതൊക്കെ നാംഡോക്മൈ ഗ്രീനിൻ്റെ ഒക്കെ ജംബോ തന്നെയാണ്. ശരിക്കും ജംബോ തന്നെയാണ്. കണ്ടില്ലേ? വേണ്ടാത്ത ഹൈറ്റ്, ഇത്ര വേണ്ടാത്ത ആൾക്കാർക്ക് തല കട്ട് ചെയ്താൽ മതി. ഇതുണ്ടോ നല്ല ഹൈറ്റുള്ള നല്ല അടിപൊളി ഹൈറ്റും ബുഷും ഉണ്ട് കേട്ടോ. ഹൈറ്റ് തന്നെ നീണ്ടു പോയതുണ്ടോ. ഇതൊക്കെ എത്ര റേറ്റ്? ഇതൊക്കെ നമ്മളിപ്പോൾ 4000 രൂപയ്ക്ക് കൊടുക്കുന്നത് വലിയ പ്ലാന്റ്. മറ്റേത് നമുക്ക് ഇതിൻ്റെ നേരെ താഴെയുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞത് 2500. ഇത് നാംഡോക്മൈൻ്റെ ഗോൾഡ്. നാംഡോക്മൈൻ്റെ ഗോൾഡ്, അതും കുറച്ച് നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെയും ഒന്ന് വലിയ പ്ലാന്റുകളാണ്. ഇത് ഗംഗാബോണ്ടം നമ്മൾ നേരത്തെ 1500 പറഞ്ഞതിൻ്റെ നേരെ താഴെ 1000 രൂപേൻ്റെ പ്ലാന്റ്. ഇതും പട്ടയും ഓലയൊക്കെ ആയതാണ്. ഇത് 1.5 വർഷത്തിൻ്റെ ഉള്ളിൽ കായ്ക്കും. മറ്റേത് നമ്മൾ 1 വർഷത്തിൻ്റെ ഉള്ളിലാണ് പറഞ്ഞത്, 1500 പറഞ്ഞത്. ഇത് 1.5 വർഷം. നമ്മുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. പെരിന്തൽമണ്ണ മഞ്ചേരി റൂട്ടിൽ 6 കിലോമീറ്റർ തങ്കയത്തിൽ അഗ്രോ ഫാം അരിപ്രക്കാവും. മട്ടോവണ്ടല്ലേ? അതെ, ഹോം ഗ്രൗണ്ടിന്റെ മട്ടാവാണ് ഈ വലിയ. റിസൾട്ടിലേക്ക് എത്ര സമയം എടുക്കും? ഇനി അവര് പറഞ്ഞ കണക്കിലാണെന്നുണ്ടെങ്കിൽ ഈ നെക്സ്റ്റ് ഇയറിൽ തന്നെ കായ്ക്കും. എങ്ങനെയാണ് റേറ്റ് ഒക്കെ ഇതിന്റെ? ഇത് നമുക്കൊരു 1500 കൊടുക്കാം. ഇതിപ്പോൾ ഹോം ഗ്രൗണ്ടിൽ ഇപ്പോൾ ഇതിന് 2500 വില ഉണ്ടാവും. നമ്മളെന്താ വെച്ചാൽ കുറച്ച് നേരത്തെ വാങ്ങിച്ചു വെച്ചതായതുകൊണ്ട് നമ്മൾ ആ വിലക്ക് കൊടുക്കാം. വാങ്ങി വിലക്കാനായിട്ട് കൊടുക്കാം. നമ്മൾ അവിടെ കണ്ട ഫസ്റ്റ് നമ്മൾ ആ ഫോട്ടോ ഇട്ടാൽ നമ്മളെ പോട്ടിൽ വെച്ചാൽ അതിന്റെ അതേ 200 രൂപക്ക് എന്ന് പറഞ്ഞ ആ തൈകളാണ്. ഹൈറ്റ് ഉണ്ട്, ഒരാളെ ഹൈറ്റും ഒക്കെ ഉണ്ട്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഉണ്ട് കേട്ടോ. നമ്മളെ ബഡ്ഡിങ്ങിന്റെ സെക്ഷനാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ജാതിയാണ് ഇപ്പോൾ ബഡ് ചെയ്ത് നമ്മൾ കാണാൻ പോകുന്നത്. ഏട്ടൻ്റെ പേരെന്തായിരുന്നു? ഷിജു. ഏട്ടനാണ് ഇപ്പൊ ഇത് ബഡ് ചെയ്യണതല്ലേ? നമ്മുടെ ഏതാ വെറൈറ്റി ഇപ്പൊ ബഡ് ചെയ്യണേ? കെന്റിങ്കര. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുമോ ബഡിങ്? നല്ലൊരു കണ്ണ് സെലക്ട് ചെയ്തെടുത്തു. ഇതിനകത്തൊരു മുകുളമുണ്ട്. ആ മുകുളം പോയി കഴിഞ്ഞാൽ പിന്നെ കിളിക്കത്തില്ല. ഓക്കെ, അത് വെച്ചാൽ നമ്മൾ കിട്ടുന്നത്. അപ്പം അതിങ്ങനെ ഇളക്കുക. അതിൻ്റെ അകത്ത് പൊടിയൊന്നും പറ്റാതെ ചുറ്റുക. ഇവിടെ നമ്മൾ ഇതല്ലാതെ വേറെ ഏതൊക്കെ വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്? പ്ലാവുണ്ട്, മാവുണ്ട്, ചാമ്പ ലെയറിംഗ് ഉണ്ട്. കാണുന്ന ഈ ഒരു കണ്ടം നിറയെ നമുക്ക് ജാതി ബഡ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. ഇപ്പം ഒരു ബഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ഏതാണ്ട് 4000 പീസ് ഇപ്പം നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ. അത് അറ്റ് എ ടൈം നമ്മളൊരു ഷെൽട്ടറിൽ നിന്ന് 4000 പീസോളം നമുക്ക് പുറത്തേക്ക് വരും. ഇതാണ് ഇപ്പം നമ്മൾ മുകളിൽ കാണിച്ചില്ല വലിയ കിങ് ഓഫ് ചക്കബത്ത്. അതിന്റെ ഒക്കെ തൈകളാണല്ലേ? ഇതിന്റെ പ്ലാന്റുകളാണ്. ഇതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ആ കാഴ്ചയിട്ടുള്ളത്. ഇത് ഒരുപാട് ഫ്ലവർ ചെയ്തത് നമ്മൾ ഫ്ലവർ ചെയ്തൊക്കെ ഉണ്ടല്ലേ? ഫ്ലവർ ചെയ്ത് പോയതാണ്. അതൊക്കെ അതുപോലുള്ള ഒരുപാട് ഫ്ലവർ ചെയ്തതും മാങ്ങ ഇതൊക്കെ നമ്മളിവിടെ സെയിൽ ചെയ്തിട്ടുണ്ട്. നിലവിൽ ആ 2 പ്ലാന്റ് നമ്മൾ ആവശ്യത്തിന് പിടിച്ചു വെച്ചതാണ്. പിന്നെ അതുകൊണ്ടുണ്ടായതാണ്. ബാക്കി ഇതിനകത്ത് ഈ കാണുന്നൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി ഫ്ലവർ ചെയ്തതും ഫ്ലവർ ചെയ്ത് പോയതും. നിലവിൽ ഇപ്പോൾ ഫ്ലവർ പുതിയതായിട്ടുള്ള ഫ്ലവറുള്ളത് ഇല്ല. അടുത്ത വർഷം ഇനി എന്തായാലും ഇല്ല. ഈ വർഷം ഇനി കായ്ക്കും. ഇത് തൈകൾക്കൊക്കെ എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമ്മൾ 2500 ഈ വലിയ പ്ലാന്റുകൾ കൊടുക്കുന്നത്.
ഇങ്ങനെ നല്ല ബുഷായത് വേണമെങ്കിൽ അതുണ്ട്. ഇപ്പൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ബുഷാക്കിയതാണ്. അടിപൊളി പ്ലാന്റുകൾ കേട്ടോ. 600 ചില്ലാനാണ് 4kg ഈ ടാഗിലുള്ള ഫോട്ടോ. അതെന്താ പറയുക, അവിടെ നമ്മൾ എടുക്കണ മദർ പ്ലാന്റിൽ ഉണ്ടായ ഫോട്ടോ കേട്ടോ. അത് 4 കിലോ വരെ വരുന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ആ മദർ പ്ലാന്റിൽ 1600 635 എത്രയായിരിക്കും. ഇത് ഗംഗാപൂണ്ടം കവറിലിരിക്കുന്നതല്ലേ? ഇതൊക്കെ എങ്ങനെ റേറ്റ് വരുന്നേ? ഇതൊക്കെ നമുക്കൊരു അനുസരിച്ച് കൊടുക്കാൻ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇത് മോഹവിലാക്കി കൊടുക്കല്ലേ? അതൊക്കെ വേണ്ടതാണ്. ഇത് നേരത്തെ നമ്മൾ റോഡിൽ കണ്ട അതേ അതിന്റെ ബാച്ച് ഞാൻ പറഞ്ഞില്ല, വേറെ ഒന്നുണ്ട് സെയിം ബാച്ച് നമ്മൾ മെയിൻ റോഡിൽ കണ്ട അതിന്റെ ചാവക്കാട് ഗ്രീൻ.